ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇങ്ങനൊരു ചതി കാണിക്കുമെന്ന് ഞാൻ ഊഹിച്ചതാ. അതുകൊണ്ടേ ചെറിയൊരു തട ഞാനും കണ്ടിട്ടുണ്ട്. കുറച്ച് നാളായില്ലേ അനിയ ഞാൻ ഈ പണി കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. നീ പണിയും കൊണ്ട് നടന്ന് പണി മേടിക്കുന്നവനാ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ തന്ത്രത്തിൽ വീഴില്ലല്ലോ. നീ കെട്ടം കഴിക്ക. ഇനിയുള്ള കാര്യങ്ങള് നമുക്കൊന്നിച്ച് നീക്കാം. കിട്ടുന്ന പണം 50-50. പണം എവിടെ നിന്ന് കിട്ടും? ആ പണം കിട്ടുന്ന വഴിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ബുദ്ധിയിലൂടെയുള്ള വഴി. ആദ്യം നീ കെട്ടഴിക്കേ. എല്ലാം ചെയ്തത് വിഷ്ണുവാണ്, മാഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണു. ഇവൻ പിന്നെ നാടകം കളിക്ക. നീ പിന്നെ ഞങ്ങളെ മണ്ടന്മാരാക്കോടാ. ഞാനൊന്നും പറയട്ടെ. നീ ഇനി ഒന്നും പറയണ്ട. നിന്നെ ഞങ്ങൾ ഇവിടെ ഇട്ട് അങ്ങ് തീർക്കും. നിന്നെ അറസ്റ്റ് ചെയ്തത് ഒരു കുഞ്ഞു അറിഞ്ഞിട്ടില്ലടാ. അതുകൊണ്ട് തന്നെ നിന്നെ കൊന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടി തൂക്കിയാലും ഒരു കുഞ്ഞും ചോദിക്കാനും വരാൻ പോകുന്നില്ല. മനസ്സിലായടാ? ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞ സത്യമാണ്. വിഷ്ണുവിനെ സ്കെച്ച് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷൻസും അറേഞ്ച് ചെയ്തതും നടപ്പിലാക്കിയതും വിഷ്ണുവാണ്. വിഷ്ണു ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. വിഷ്ണു ഏട്ടനോ? നിങ്ങളുടെ കസ്റ്റഡിയിലോ? അതെ. എന്താ, ഞങ്ങൾക്ക് അവനെ കസ്റ്റഡി എടുത്തൂടെ? വിഷ്ണു ഏട്ടനെ ഒന്നും ചെയ്യരുത്. പോലീസിൽ വിവരം അറിയിച്ച് ഭർത്താവിന്റെ ജീവൻ വെറുതെ അപകടത്തിലാക്കാതിരിക്കുക. 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയോ? 50 ലക്ഷം രൂപയൊക്കെ നിങ്ങളെപ്പോലെ സർവീസിലിരിക്കുന്ന ഒരാൾക്ക് വലിയൊരു തുകയാണോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ പമ്പ് ഹൗസിന് മുമ്പിലുള്ള സ്ഥലത്ത് ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. പണം അതിൽ വെക്കുക. വിഷ്ണുവേട്ടൻ എവിടെ? വിഷ്ണുവേട്ടനെ കാണാതെ ഞാൻ പണം തരില്ല. പണം ഭദ്രമായി ആ വേസ്റ്റ് ബോക്സിൽ വച്ച ശേഷം നിങ്ങളുടെ കാറ് പമ്പ് ഹൗസിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റുക. അവിടെ നിങ്ങളുടെ വിഷ്ണുവേട്ടൻ നിങ്ങളെയും കാത്ത് നിൽക്കുന്നുണ്ടാവും. മാഡം, നിങ്ങൾ നിങ്ങളുടെ IAS ബുദ്ധി എടുത്തല്ലേ പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയിച്ചു. ഞാൻ പണം തന്നില്ലേ? പറഞ്ഞ പണം കൃത്യമായിട്ട് വച്ചതുമില്ല, പോലീസിനെ അറിയിക്കുകയും ചെയ്തു. മൂന്ന് മണിക്കൂർ അതിനുള്ളിൽ ബാക്കി പണവുമായി ഒറ്റയ്ക്ക് വരണം. വന്ന വിഷ്ണുവിനെ ജീവനോടെ കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ വിഷ്ണുവിന്റെ ശവം നാളെ റെയിൽവേ ട്രാക്കിലോ പുഴയിലോ നിങ്ങൾക്ക് കാണേണ്ടി വരും. ഹലോ, അളിയൻ ഭാര്യയായിട്ട് അത്ര രസത്തിലല്ലേ? നീ അങ്ങനെ വെച്ച്? അല്ല, പണം അവരിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള അളിയന്റെ മിടുക്ക് കണ്ടിട്ട് പറഞ്ഞതാ. ബാക്കി പണം ഒപ്പിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അവര് പോയിരിക്കുന്നത്. അതും കൂടെ വന്നിട്ട് നമുക്ക് വീതം വെച്ചാ പോരെ? ഇനി വീതം വെപ്പും പണം വരുവൊന്നുമില്ല. എനിക്ക് കുറച്ചു ദിവസം എൻ്റെ ഭാര്യയുടെ അടുത്തുനിന്നൊന്ന് മാറി നിൽക്കണം.
അപ്പൊ അതിനൊരു ചോദ്യം വന്ന ഒരു മറുപടി. ആ മറുപടിയാണ് ഒരു തട്ടിക്കൊണ്ടുപോൽ നാടകത്തിലൂടെ മക്കളിപ്പോ ഇവിടെ കണ്ടത്. അപ്പോ 50-50 എന്ന് പറഞ്ഞത്? ഏയ് അതിപ്പോ ഞാൻ തരാന്ന്. അപ്പൊ വാങ്ങിക്കേണ്ടവരൊക്കെ വന്നോ. 50-50 ആയിട്ടല്ല, ഫുള്ളായിട്ട് അങ്ങ് തരാം. നീ ഇങ്ങനൊരു ചതി കാണിക്കുമെന്ന് ഞാൻ ഊഹിച്ചതാ. അതുകൊണ്ടേ ചെറിയൊരു തട ഞാനും കണ്ടിട്ടുണ്ട്. കുറച്ച് നാളായില്ലേ അനിയാ ഞാൻ ഈ പണി കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. നീ പണിയും കൊണ്ട് നടന്ന് പണി മേടിക്കുന്നവനാ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ തന്ത്രത്തിൽ വീഴില്ലല്ലോ. ഇതിപ്പോ എന്തായാലും എന്റെ ഒരു കലാശക്കൊട്ട. അപ്പൊ പിന്നെ 6 മാതിച്ചിട്ടൊന്ന് തകർത്തേക്കാം. രണ്ടുപേർക്കും 50-50 ആയിട്ട് തരാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ എണ്ണിക്കോ.